എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ഗാർഡനിലെ സാധനങ്ങളുടെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തുളസിയിൽ നിന്ന് തുടങ്ങാം. തുളസി ഒരു എക്സിബിഷന് പോയപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, മേടിച്ചു. മണവും രുചിയൊക്കെ അതുപോലെയൊക്കെ തന്നെ. കാഴ്ചയ്ക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പൂക്കൾക്കൊക്കെ ഒരല്പ വ്യത്യാസം, അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഏറെക്കുറെ നമ്മുടെ സംഭവം പോലെ തന്നെ. എന്തായാലും നമ്മുടെ കുറ്റിപ്പയറാണ്. കുറ്റിപ്പയർ നല്ല സെറ്റപ്പായിട്ടുണ്ട്. കുറേ കായകളുണ്ടായിട്ടുണ്ട്. മറ്റേ ഒച്ചിൻ്റെ ശല്യം മാറ്റാൻ മുട്ട പൊട്ടിച്ചിടുന്നത്, മുട്ടയുടെ തൊണ്ട് പൊട്ടിച്ചിടുന്നത് നല്ല അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ. അത് നന്നായിട്ട് വർക്കായി. എന്തായാലും അതിന് ശേഷം അങ്ങനെ വലിയ കാര്യമായിട്ട് ഒച്ചിൻ്റെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇലകളൊക്കെ നല്ല രീതിയിൽ പുസ്പുസ്ന്ന് വന്നു, കായൊക്കെ ആയി, അടിപൊളിയായി. പിന്നെ നമ്മുടെ നല്ല സെറ്റപ്പായിട്ട് വന്നത് നമ്മുടെ തക്കാളികളാണ് കേട്ടോ. പലതരം തക്കാളികൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഓരോന്നും കായ്ച്ച് നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. ഇത് നല്ല കൊല പോലെ, മുന്തിരിക്കൊല പോലെ കിടക്കുന്ന നമ്മുടെ തക്കാളിയാണ്. എല്ലാം പെട്ടെന്ന് വെയിലൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല പെട്ടെന്ന് എല്ലാം കായ്ച്ച് എല്ലാം നല്ല അടിപൊളി സെറ്റപ്പായിട്ട് വന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഇങ്ങനെ ചുമന്ന് കിടക്കുന്ന സ്വപ്നം കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. താമസിക്കാൻ നമുക്കത് കാണാൻ പറ്റും. നല്ല ചുമന്ന് തൊടുത്ത് കുട്ടപ്പന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എല്ലാം കൂടെ ഒരേ സമയത്തല്ലാത്തത് കൊണ്ട് നമ്മൾ ആ സമയങ്ങളിൽ അതങ്ങ് പറിക്കും. ഇവിടെ എന്തായാലും ഒരു തക്കാളി, ഇതൊരു കുറ്റി തക്കാളിയാണ്. കുറ്റിച്ചെടി പോലത്തെ ഒരു ചെടിയാണ്. പൊക്കമൊന്നും വയ്ക്കത്തില്ല. എന്തായാലും തക്കാളി ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് എന്തായാലും തക്കാളിയൊക്കെ ഉണ്ട്. ഇത്തവണ അങ്ങനെ അങ്ങ് മോശമായില്ല കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ ആയാലും ബീൻസല്ല, കുറ്റിപ്പയറൊക്കെ ആയാലും നല്ല രീതിയിൽ കായ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചീര, ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പാകിയതായിരുന്നു. അപ്പോൾ ഉണ്ടായി, എന്നിട്ട് വലിയൊരു രസമൊന്നും ആയില്ല. എന്തോ ഒരു പ്രാണി പോലത്തെ ഒരു സാധനമൊക്കെ വന്ന് പിന്നെ അത് പൂവിട്ട് ഫുള്ള് പോയായിരുന്നേ. അപ്പോൾ അതിൻ്റെ വിത്തെല്ലാം ആ മണ്ണിൽ തന്നെയായിരുന്നു ചാടി. അപ്പോൾ ആ മണ്ണെടുത്ത് അടുത്ത സംഭവം നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പകുതിയായപ്പം ഇങ്ങനെ പയ്യെ മുള പൊട്ടി വരാൻ തുടങ്ങി. അപ്പോൾ കണ്ടപ്പോൾ ചീരയാണെന്ന് മനസ്സിലായതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് പറിച്ച് കളയാനൊന്നും നിന്നില്ല. എന്തായാലും ചീരയും ആവശ്യത്തിനുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. അത് നല്ല കരുത്തോടുകൂടി വരുന്നുമുണ്ട്. അങ്ങനെ ചെട്ടിക്കകത്തായതുകൊണ്ട് തന്നെ ഒച്ചിൻ്റെ ശല്യമൊന്നും വലിയ കാര്യമായിട്ട് അവിടെ നമുക്ക് കേൾക്കത്തില്ലല്ലോ. ഇത് നമ്മുടെ വേറൊരു തരം ചെറി ടൊമാറ്റോ അങ്ങനെ എന്താണ്ടാണ് ഇതിൻ്റെ പേരെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്കിതിൻ്റെ എല്ലാം പേരൊന്നും അറിയത്തില്ല. എല്ലാ കൂട്ടും ഒരു 2 ടൈപ്പ് വെച്ച് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കൊത്തത്തെങ്ങ് പോലെ വളർന്ന് ഇങ്ങനെ പൊങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ചെറിയ ഇതൊക്കെ കട്ട് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു, കാരണം നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വെള്ളരി കുട്ടന്മാരാണേലും കുറേ പൂവിട്ടിട്ടുണ്ട്. 10 പൂവിട്ടിട്ടുണ്ടെങ്കിൽ 5 പൂ പോവും കേട്ടോ. 5 പൂവാണ് നിൽക്കുന്നുള്ളൂ. അങ്ങനെ ഒരു രീതിയിലാണത്. അതാണോ അതിൻ്റെ രീതി എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടെ വന്നിട്ട് എനിക്കത് അങ്ങനെയാണ് തോന്നുന്നത്, ഇതിൻ്റെ ഒരു പോക്കൊക്കെ കണ്ടിട്ട്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പച്ചക്കറി ഐറ്റംസ്. മുളകൊക്കെ ഉണ്ട്, അവനൊന്നും ഒരു പച്ച പിടിച്ചില്ല. ഇനിയിപ്പം സെക്കൻഡ് സമ്മർ ആകുമ്പോൾ എന്തെങ്കിലും പച്ച പിടിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പല കളറിൽ. ഈ വെള്ളയൊക്കെ കാണാനായിട്ട് എന്നാ ഒരു രസമാണെന്നറിയോ. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ വെള്ളം വേണം. വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെള്ളം വേണം, അല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ വാടി കുത്തിപ്പോവും. ഈ പൂക്കൾ എനിക്ക് ഭയങ്കര അത്ഭുതം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞാനിപ്പോൾ ഓർക്കും നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇങ്ങനെ ചെറിയ മുട്ടിയിൽ നിന്ന് ഓരോരോ പൂക്കളായിട്ട് വിടന്ന് വന്ന് പിന്നെ അതൊരു കൊലയായിട്ട് നിൽക്കുന്ന എന്നാ ഒരു രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ കുറേ വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതേതോ കാലത്ത് നട്ട സ്ട്രോബെറിയാണ്. അതിൻ്റെ അകത്തു നിന്നുള്ള സ്ട്രോബെറി പറിക്കാൻ പോയാൽ നമ്മുടെ കൈ കഴുകി മറ്റേ കാന്താരിമുളക് പറിക്കുന്ന പോലെയാണ്. കാന്താരിമുളക് പിന്നെ ചെറുതാണെങ്കിലും എരിവെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിന് വലിയ ഗുണമൊന്നുമില്ല, കാണാൻ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ സ്ട്രോബെറി പറിക്കാറേ ഇല്ല. അതങ്ങനെ ഉണ്ടായി വരാറുണ്ട്. പിന്നെ ഒരു രസമുണ്ട് കാണുമ്പോൾ, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അത് നമ്മളൊന്നും ചെയ്യാറില്ല, കാരണം അത് പറിച്ച് നമുക്ക് കഴിക്കൽ മുതലാവത്തില്ല. അത് പറിക്കുമ്പോൾ തന്നെ അതിൻ്റെ പകുതി അതിൻ്റെ അകത്തിരിക്കും. പിന്നെ ബാക്കി ചെടികളൊക്കെ ഇങ്ങനെയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ റോസാപ്പൂ ഉണ്ടല്ലോ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടി നിർത്തി കേട്ടോ. വെട്ടി വിട്ടാലാണ് വീണ്ടും പുതിയ പൂക്കൾ ഇങ്ങനെ കായ്ച്ച് നന്നായിട്ട് വരുള്ളൂ. കൊലയൊക്കെ ഇങ്ങനെ വാടിക്കഴിയുമ്പോൾ നമ്മളതിനെ അങ്ങ് വെട്ടിക്കളയും. അപ്പോൾ എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ അടുത്ത കൊല്ലം നല്ല അടിപൊളിയായിട്ട് പിന്നെയും വരും. അങ്ങനെ നമ്മൾ ഇത് 2 കളറുള്ള ഹോട്ടൻസിയനാണേ. നല്ല രസമാണത് കാണാനായിട്ട്. എനിക്ക് ഈ പൂവിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. അത് ഓരോ വർഷം കഴിയുമ്പോഴും അതിങ്ങനെ വലുതായി വരും. നല്ല ഭംഗിയാണ്. ഒരു പ്രാവശ്യം നട്ടാൽ വെള്ളം ഒഴിക്കാനുണ്ടോ എന്നാൽ പിന്നെ വേറൊന്നും നോക്കണ്ട, നല്ല അടിപൊളിയാണ്. പിന്നെ ഈ റോസാപ്പൂവും ഇതിൻ്റെ അകത്തായാലും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ വാടാറാകുമ്പോഴത്തേക്കും വെട്ടി നിർത്തും, വീണ്ടും കായ്ക്കും, അതൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ പോലെ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ കുറേ പൂക്കൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന പൂക്കളില്ലേ, ഇതും ഞാൻ വേറൊരു സ്ഥലത്ത് നിർത്താം കേട്ടോ. നമ്മുടെ ഗാർഡനിൽ പോകുന്നതല്ല. കുറേ പൂക്കളുള്ളൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്താണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പൂവ് ഓർമ്മ വരും, കാരണം അവിടെ കുറേ ഉണ്ടല്ലോ നാട്ടിൽ ഇങ്ങനത്തെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജമന്തിപ്പൂക്കൾ, ഇത് പിന്നെ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്നതാണ്, എന്നാലും ഉണ്ട് ആവശ്യത്തിന് കേട്ടോ, പല കളറിലായിട്ട്.
ഇത് എവിടെ നിന്ന് എടുത്തതെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ. യെസ്, അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. പോയപ്പോൾ ഇങ്ങനെ കുറേ പൂക്കൾ നിൽക്കുന്നുണ്ടപ്പോൾ നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? എന്ത് രസമാണ് കാണാനായിട്ട്. അതും ഓരോ പൂക്കളും ഓരോന്നും ഓരോ രീതിയിലുള്ള പൂക്കൾ. അത് ഇത്രയും വെറൈറ്റി ഓഫ് പൂക്കൾ നമ്മളെവിടെ പോയി കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ചുറ്റി നടന്ന് കുറേ പൂക്കളൊക്കെ കണ്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് എടുത്തതാണ്, ഒരു വീഡിയോയും എടുത്തതാണ്. ഇത് നോക്കിയാൽ നല്ല രസമില്ലേ ഈ മഞ്ഞപ്പൂക്കളും കാണാനായിട്ട്. എല്ലാം തന്നെ, എല്ലാമല്ല എന്നാലും കുറേയും തന്നെ കുറ്റിച്ചെടികളായിട്ടുള്ളതാണേ. അതും പല പല വെറൈറ്റി പൂക്കളും അതങ്ങനെ മിക്സായിട്ട് നിൽക്കുമ്പം ഈ ഒരു ചെടി നാട്ടിലുള്ളതല്ലേ, നാട്ടിലിങ്ങനെ കുറ്റിയായിട്ട് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ ചെടിയാണല്ലോ ഇത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നും കാണുമ്പം. ഇത് പിന്നെ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതും നല്ല അടിപൊളിയായിരുന്നു. പല പല കളറിലിങ്ങനെ പൂക്കൾ നിൽക്കുന്ന കാണാനായിട്ട്. നമ്മുടെ മറ്റേ ആ പൂവിൻ്റെ പേരിനാ കാക്കപ്പൂവ്. ആ കാക്കപ്പൂ എന്ന് പറയുന്ന കാക്കപ്പൂ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് കാക്കപ്പൂവിൻ്റെ പല പല വെറൈറ്റി കളറിൽ കാക്കപ്പൂക്കൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ഓണമൊക്കെ ആകുമ്പോൾ കാക്കപ്പൂവൊക്കെ നാട്ടിൽ നന്നായിട്ടുണ്ടാവുമല്ലോ, നല്ല രസമാണല്ലോ കാണാനായിട്ട്. അപ്പോൾ ഈ പൂവൊന്നും നമുക്ക് പറിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഇങ്ങനെ കാണാം, കണ്ട് രസിക്കാം, വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അത്രയൊക്കെ ഉള്ളൂ. കാരണം ഇത് സെമിത്തേരി എന്നുള്ള പൂക്കളാണ്, മനസ്സിലായി കാണാമായിരിക്കും. അപ്പോൾ നമ്മൾ സെമിത്തേരി സന്ദർശനത്തിന് പോയപ്പോൾ കണ്ട പൂക്കളാണ്. ഈ സമയം ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. മാത്രമല്ല എല്ലാവരും നല്ല ഒറിജിനൽ പൂക്കളൊക്കെയാണ് വെച്ചേക്കുന്നത്. വിൻ്ററൊക്കെ ആകുമ്പോഴാണ് പിന്നെ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടൊക്കെ സെമിത്തേരി നിറയാം. എന്തായാലും സെമിത്തേരി പോയി ഒരു കുറേ പൂക്കളൊക്കെ കണ്ട്, കുറേ പൂക്കളുടെ ഫോട്ടോയും കുറേ പൂക്കളുടെ വീഡിയോയും ഒക്കെ എടുത്ത് പിന്നെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് പെറുക്കി നമ്മളിങ്ങ് പോകുന്നു. ആരെയും കാണാൻ വേണ്ടി പോയതല്ല, വെറുതെ പോയതാണ്. സെമിത്തേരി സന്ദർശനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ലതാണല്ലോ ആ ഒരു രീതിയിൽ. എന്തായാലും ഇത്തവണ പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെച്ചാൽ കുറേ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ പൂക്കളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കാണുമ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ സമ്മതിക്കണം. പിന്നെ എല്ലാ ദിവസവും ഇവിടെ വന്ന ആൾക്കാർ വെള്ളമൊക്കെ ഒഴിക്കും കേട്ടോ. അതിനിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ ആൾ വന്ന് വെള്ളമൊക്കെ ഒഴിക്കും എല്ലാ ചെടികൾക്കും. കാരണം ഇതിനവർ വേറെ പൈസയും കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ സെമിത്തേരിയൊക്കെ കാണാൻ. എന്തായാലും ഇവിടെയുണ്ട് ഈ ചെടിയൊക്കെ ഇനി നിന്നോളും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു വെറൈറ്റി റോസ് കളർ കൊള്ളാം എന്തായാലും. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പൂക്കളുടെ വീഡിയോ പ്ലസ് നമ്മുടെ ഗാർഡൻ്റെ വീഡിയോ. ഇനിയിപ്പം വിളവൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാവുമോ എന്നറിയില്ല, നോക്കാം നമുക്ക്. കാരണം ഇനിയിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. എല്ലാ പരിപാടികളും കഴിഞ്ഞല്ലോ, എല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാം പോവും, പിന്നെ എല്ലാം പറിച്ച് കളയും, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഇനി അടുത്ത സമ്മറാവണം. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.